അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കാന്തപുരം ഗ്രൂപ്പിലെ അറിയപ്പെട്ട പ്രഭാഷകനായ പേരോട് മുസ്ലിയാരുടെ ഒരു പ്രസംഗം കേൾക്കുവാൻ സാധിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഇടയാളനെ ആവശ്യമില്ല എന്ന് പറയുന്നതും വിശുദ്ധ ഖുർആനിലെ 20ഓളം ആയത്തുകൾക്ക് എതിരാളിയെന്നാണ് അദ്ദേഹം പച്ചക്കള്ള വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ അടിച്ചുവിട്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗകൻ അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം, പക്ഷേ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20ഓളം ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20ഓളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. ഇൻഷാ അല്ലാഹ് കേട്ടുവല്ലോ അദ്ദേഹം പറയുന്ന ആ ഭാഗങ്ങൾ. അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ പാടില്ല, ഒരു ഇടയാളനെ ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും ഇടയാളനെ ആവശ്യമില്ല എന്ന് പറയുന്നതും ഖുർആനിൽ എതിരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എവിടുന്നാണ് ഖുർആൻ പഠിച്ചിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായത്തിലെ ഏതെങ്കിലും ഒരായത്ത് കൊണ്ട്, 20 ആയത്ത് വേണ്ട, ഒരായത്ത് കൊണ്ട് ഇദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമോ? അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഇടയാളനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരായത്ത്, 20 ആയത്ത് വേണ്ട, ഒരായത്ത് കൊണ്ട് സമർത്ഥിക്കുവാൻ ഈ പേരോട് മുസ്ലിയാരെ വെല്ലുവിളിക്കുകയാണ്. പേരോട് മുസ്ലിയാരെ, നിങ്ങൾ എവിടുന്നാണ് ഖുർആൻ പഠിച്ചിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിരുത്തിക്കൊണ്ട് അത് കാര്യമായി പഠിക്കേണ്ടതില്ലേ? എന്താണ് ആ ആയത്തിൽ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ എന്നല്ലേ ആ ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പേരോട് തന്നെ അംഗീകരിക്കുന്ന ഈ സുന്നികളുടെ പരിഭാഷയിൽ കൊടുത്തതെന്താണ്? സഹായം തേടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രാർത്ഥനയാണ് എന്നല്ലേ നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും അതിന് പരിഭാഷ നൽകിയിട്ടുള്ളത്. ഇനി പേരോടിൻ്റെ അറിവിലേക്ക് ചില ഖുർആൻ ആയത്തുകൾ ഉദ്ധരിക്കുവാനാണ് ഈ ഉള്ളവൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തുകൾ പേരോട് മനസ്സിരുത്തി പഠിക്കണമെന്ന ഒരു വിലയത്തോടു കൂടിയുള്ള ഒരു അപേക്ഷയും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കുകയാണ്. പേരോടിനോട് പറയുവാനുള്ള ഈ ആയത്തുകളൊന്ന് പഠിക്കണം. രണ്ടാമതായി സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായം 186-ാമത്തെ ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. നബിയേ, എൻ്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, അതുകൊണ്ട് അവർ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഞാൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഫൽയസ്തജീബൂലി, ഞാൻ അവനിക്ക് ഉത്തരം നൽകുന്നതാണ്. വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ, അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷദൂൻ, അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടി. 2-ാമത്തെ ആയത്ത് ഞാൻ ഉദ്ധരിച്ചു. ഇനി 3-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 21-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അവരൊന്നും തന്നെ ലാ യഖ്ലുഖൂന ശൈഅ, ഒരു വസ്തുവും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടികളാണ്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുഹ്യദ്ദീൻ ഷെയ്ഖായാലും റിഫായി ഷെയ്ഖായാലും മടബൂർ ഷെയ്ഖായാലും
ബദരീങ്ങളായാലും അവർ ലാ യഖ്ലുഖൂന ശൈഅ, അവർ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവര് തന്നെ സൃഷ്ടികളാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്കൂ, അംവാതുൻ ഗൈറു അഹ്യാഉൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ മരിച്ചവരാണ്, അഹ്യാ അവർ ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവർ ഏത് സന്ദർഭത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയുകയില്ല. മൂന്നാമത്തെ ആയത്തും ഞാൻ ഉദ്ധരിച്ചു. നാലാമത്തെ ആയത്ത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലൂൻ. എന്താണ് ദാഖിലീൻ? അല്ലാഹു പറയുന്നത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവർ ആരാണോ അവർ വഴിയെ നിന്ദരായിക്കൊണ്ട് നരകത്തിയിൽ പ്രവേശിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വീണ്ടും ആയത്തുകൾ നോക്കുക. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഊ മസ്തജാബൂ ലക്കും, കേട്ടാൽ തന്നെ നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ശിർക്കിലെ അവർ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനമുള്ളവരെ പോലെ നിനക്ക് വിവരം തരാൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വീണ്ടും ആയത്തുകൾ കേൾക്കുക പേരോടെ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിലുള്ളതാകുന്ന സർവ്വ മസ്ജിദുകളും ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ 20 200-ലധികം ആയത്തുകൾ അള്ളാഹുവിനോട് മാത്രമേ നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളതിൽ ഖുർആൻ ആയത്തുകൊണ്ട് സമർത്ഥിക്കുവാൻ മുവഹിദുകളായ ആളുകൾക്ക് സാധിക്കും. പേരോട് പറഞ്ഞ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടയാളന്മാരെ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരായത്ത് പേരോടിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വിനയത്തോടുകൂടി ചോദിക്കുകയാണ്. എലിലുകൾ മനസ്സിലാക്കേണ്ടത്, പേരോടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ പല പ്രവാചകന്മാർ പല സന്ദർഭങ്ങളിലായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയ ധാരാളം പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പ്രവാചകൻ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ഇടയാളലാക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന കാണിക്കുവാൻ പേരോടിൽ സാധിക്കുമോ? റബ്ബന എന്നല്ലാതെ ഏതെങ്കിലും ഒരു പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ ഇടയാളലാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ഇടയാളലാക്കിക്കൊണ്ട്, സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഇടയാളലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണിച്ചു തരാൻ പേരോടിന് സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല, പേരോടിന്റെ ഈ അപകടകരമായ വാദം ആദ്യമായി ലോകത്ത് ഉന്നയിച്ചത് മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ലാത്തയെയും മനാത്തയെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവര് പറയുന്ന ന്യായം ഇന്ന് സമസ്തക്കാർ പറയുന്നത് പോലെ
ഞങ്ങളൊക്കെ പാപികളാണ്, ഞങ്ങളൊക്കെ കുറ്റം ചെയ്തവരാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് നേരിട്ടടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഇടയാളനെ, ഒരു മധ്യസ്ഥനെ ആക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നോക്കുകയാണ് എന്നാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അതേ പേരോടെ പഠിച്ചു വെച്ചോ, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അറിയുക, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. പേരോട് വീണ്ടും പഠിക്കുക, വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അല്ലാഹുവിന് പുറമെ ആ രക്ഷാധികാരികളെ, ഔലിയാക്കളെ, ഇവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം നോക്കൂ, വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാഅ. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ പറയുന്നത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതേ വാദമല്ല പേരോടക്കമുള്ള സമസ്തക്കാർ വാദിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖിനെ ഞങ്ങൾ ആരാധിക്കുന്നത്, അതല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിനോട് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാണ്. വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് ഔലിയാ, അവർ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് അവരോട് ചോദിച്ചാൽ മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാനല്ലാതെ, അവരെ അടുപ്പിക്കുവാനല്ലാതെ അവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പേരോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും, ആ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഇടയാളനെ ആവശ്യമില്ല എന്ന് പറയുന്നത് 20ഓളം ഖുർആൻ ആയത്തുകൾക്ക് എതിരാളിയല്ല. പേരോടിന്റെ വാദം പിഴച്ചതാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് അത്. പരിശുദ്ധ ഖുർആനിൽ പേരോട് പറയുന്ന ആ വാദത്തിൽ 20 ആയത്ത് പോയിട്ട് ഒരായത്ത് പോലും ഉദ്ധരിക്കുവാൻ പേരോടിന് എന്നല്ല, വലിയ മുഫ്തി ചമയുന്ന കാന്തപുരത്തിന് പോലും സാധിക്കുകയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് പേരോട് ആത്മാർത്ഥമായി ഖുർആൻ പഠിക്കുക. മറ്റുള്ളവർക്ക് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നതിന് പകരം പേരോട് പഠിക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു സത്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.